നിങ്ങളുടെ സ്വർണ്ണ സങ്കല്പങ്ങൾക്ക് തിളക്കമേകാൻ ആമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു ആമി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. വെറും 19 മാസത്തെ തവണ വ്യവസ്ഥയിലൂടെ ഇനി നിങ്ങൾക്കും ഇഷ്ടപ്പെട്ട സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കാം. ആമി ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, അമരമ്പലം സർവീസ് സഹകരണ ബാങ്കിന് സമീപം, കൂറ്റമ്പാറ. ചോക്കാട് ആശുപത്രിയിൽ ജനറേറ്റർ തകരാറിലായി ചികിത്സയടക്കം പ്രതിസന്ധിയിലായ സംഭവത്തിൽ പഞ്ചായത്ത് ഭരണസമിതിക്കെതിരെ പ്രതിപക്ഷ മെമ്പർമാർ രംഗത്ത്. ഭരണസമിതിയുടെ വീഴ്ച മറച്ചുവെച്ച ഉദ്യോഗസ്ഥരെ പഴിചാരി രക്ഷപ്പെടാനുള്ള ശ്രമത്തെ ചെറുക്കുമെന്ന് CPM മെമ്പർമാർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. കുത്തിവെപ്പ് ദിവസം വൈദ്യുതി മുടങ്ങുമെന്ന് അറിഞ്ഞിട്ടും ബദൽ സംവിധാനം ഒരുക്കാത്തത് പഞ്ചായത്ത് ഭരണകക്ഷിയുടെ വീഴ്ചയാണെന്ന് അവർ കുറ്റപ്പെടുത്തി. ബുധനാഴ്ച കുത്തിവെപ്പ് ദിവസമാണ്. പഞ്ചായത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് കുഞ്ഞുങ്ങളുമായി വാഹനത്തിൽ നിരവധി പേരാണ് എത്താറ്. എന്നാൽ ഈ മാസം 22-ന് ബുധനാഴ്ച കൃത്യമായ അറിയിപ്പോടെ വൈദ്യുതി ഓഫാക്കിയിരുന്നു. 2 ആഴ്ചയോളമായി കേടുവന്ന ജനറേറ്റർ നന്നാക്കാനോ ബദൽ സംവിധാനം ഒരുക്കാനോ പഞ്ചായത്ത് തയ്യാറായില്ല. വൈദ്യുതി ഇല്ലാത്തതുകൊണ്ട് കുത്തിവെപ്പ് നടത്താൻ കഴിയില്ല എന്ന് പറഞ്ഞ ആളുകളെ തിരിച്ചയക്കുന്നതിന് പകരം മൊബൈലുകളും ജനലുകളും വഴിയുള്ള വെളിച്ചവുമെല്ലാം ഉപയോഗിച്ച് ആശുപത്രി ജീവനക്കാർ ജോലി ചെയ്തത് കുഞ്ഞുങ്ങളുമായി കുത്തിവെപ്പിനെത്തിയവർക്ക് വലിയ ആശ്വാസമായിരിക്കുകയാണ്. ഇങ്ങനെ ആത്മാർത്ഥമായി ജോലി ചെയ്ത ജീവനക്കാരെ പഞ്ചായത്തിലെ UDF ഭരണാധികാരികൾ ഭീഷണിപ്പെടുത്തിയത് ശരിയല്ലെന്നും ആശുപത്രിയിലെത്തി ജീവനക്കാർക്ക് എല്ലാ പിന്തുണയും നൽകിയതായും CPM പഞ്ചായത്ത് അംഗങ്ങൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ജനറേറ്റർ 12-ാം തീയതി തകരാറിലായിട്ടുണ്ടെന്നും കമ്പ്യൂട്ടറുകൾ പ്രവർത്തിക്കാത്തതിനാൽ ആശുപത്രിയിലെത്തുന്നവർ മരുന്ന് കവറുമായോ പഴയ ഷീറ്റുമായോ എത്തണമെന്ന് ഈ മാസം 14-ന് ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പഞ്ചായത്തിന്റെ RRT ഗ്രൂപ്പിൽ അറിയിപ്പിട്ടിട്ടുണ്ടെന്നും പ്രതിപക്ഷ മെമ്പർമാർ പറഞ്ഞു. ജനറേറ്റർ തകരാറിലായതിനാൽ ചികിത്സ മുടങ്ങുമെന്ന വിവരം അറിഞ്ഞിട്ടും ഒന്നും ചെയ്യാതെ ജീവനക്കാരെ കുറ്റപ്പെടുത്തുന്നത് ന്യായീകരിക്കാനാകില്ലെന്നും CPM മെമ്പർമാർ പറഞ്ഞു. ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ പൈചാരിങ്ങാണ്ട് ഈ ഭരണസമിതിയുടെ വന്ന തെറ്റുകൾ മറച്ചു പിടിക്കാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ അവിടെ പോയി കണ്ട് ഒരു നാടകം കളിക്കേണ്ടി ഈ ഭരണസമിതിക്ക് വരേണ്ടി വന്നത്. എന്താണ് യാഥാർത്ഥ്യത്തിൽ സംഭവിച്ചതെന്ന് ചോദിച്ചാൽ 14-ാം തീയതി RRT ഗ്രൂപ്പിലൊരു മെസ്സേജ് വിട്ടിട്ടുണ്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ. അതിൽ പറയുന്നത് എന്താ വെച്ചാൽ ജനറേറ്റർ കേടാണെന്നും കറണ്ട് ഇല്ലാത്തത് കൊണ്ട് മരുന്ന് വാങ്ങാൻ വരുന്ന ആൾക്കാർ സ്ഥിരം കഴിക്കുന്ന മരുന്നിൻ്റെ കവറെങ്കിലും കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. അപ്പോൾ കറണ്ട് ഉണ്ടാവില്ല എന്നുള്ള വിവരം ഇവർക്കറിയാം. അതിൻ്റെ ഈ മെസ്സേജ് അയച്ചതിൻ്റെ 2 ദിവസം മുമ്പ് ഇത് കേട് വന്നിട്ടുണ്ട്. ഈ 22-ാം തീയതി അവിടെ എല്ലാ ബുധനാഴ്ചയും കുത്തിവെപ്പ് നടക്കും. അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഒരു ആരോഗ്യ കേന്ദ്രത്തിൽ കുത്തിവെപ്പ് നടക്കും. അതിന് ബദൽ സംവിധാനം ഒരുക്കാൻ ഈ പഞ്ചായത്ത് ഭരണസമിതിക്ക് കഴിഞ്ഞില്ല. എന്തുകൊണ്ട് ഒരു ജനറേറ്റർ വാടകയ്ക്ക് ആവശ്യപ്പെടുകയാണെങ്കിൽ ഞങ്ങളോടൊക്കെ പറയുകയാണെങ്കിൽ ഞങ്ങളും സഹകരിക്കുമായിരുന്നു. ഞങ്ങളോട് പറയുകയാണ് എന്താ കുത്തിവെപ്പുണ്ട്, ഈ ജനറേറ്റർ കേടാണ്, നന്നാക്കാൻ ആളെ കിട്ടിയിട്ടില്ല എന്നുള്ളൊരു ഇത് അവർ പറയുകയാണെങ്കിൽ ഞങ്ങളും സഹകരിക്കുമായിരുന്നു. അതേ ദിവസം കറണ്ട് ഉണ്ടാവില്ല എന്നുള്ളത് പിന്നെ ഈ KCBൻ്റെ ഇതിൽ വന്നാണിത്. KCBൻ്റെ ഇതിൽ വന്നാണ് 22-ാം തീയതി കറണ്ട് ഉണ്ടാവില്ല എന്ന്. അപ്പോൾ ഇങ്ങനൊരു സംഭവം നടക്കാമെന്ന് അറിയാം. പിന്നെ ജനറേറ്റർ 10 വർഷമായിട്ട് ഉപയോഗിക്കുള്ള അതൊരു സംഭവമാണ്. ഇപ്പോൾ കേരളത്തിൽ എല്ലായിടത്തും കറണ്ട് ഇല്ല എന്നുള്ളത് ഒരു സത്യസന്ധമായ കാര്യമാണ്. കറണ്ട് കട്ട് വരും. അപ്പോൾ അത് നന്നാക്കാതെ ഈ ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ പൈച്ചാര്യം കണ്ടാണ്. ആരാണിത് അവരെ അറിയിച്ചിട്ടില്ല എന്നാണ് അവർ പറയുന്നത്. ഭരണസമിതിനെ അറിയിച്ചിട്ടില്ല എന്നാണ് പറയുന്നത്. ഭരണസമിതിൻ്റെ ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ് ഈ മെസ്സേജ് വിട്ടിട്ടുള്ളത്. അപ്പോൾ എന്ത് ചെയ്യുക, ഇവർക്കിത് അറിയായിട്ടല്ല, ബദൽ സംവിധാനം ഒരുക്കാൻ ഇവർ പരാജയപ്പെട്ടു. ആ പരാജയം ഉദ്യോഗസ്ഥന്മാരെ മേലടിച്ചമർത്താനാണ് നോക്കുന്നത്. അത് ഒരിക്കലും നടക്കാൻ കഴിയുന്ന കാര്യമല്ല. ആ ഉദ്യോഗസ്ഥന്മാരുടെ ഞങ്ങളിപ്പോൾ ഇന്നും 40 സെൻറ്റ് സന്ദർശിച്ചിട്ടാണ് വരുന്നത്. അപ്പോൾ ജനലൊക്കെ കൊട്ടി അടച്ചുകൊണ്ടാണ് ഇരുട്ടുണ്ടാക്കിയിരിക്കണമെന്നാണ് പറയുന്നത്. 40 സെൻറ്റ് നിൽക്കുന്ന സ്ഥലം എവിടെയെന്ന് അറിയാം, മലൻ്റെ മുകളിലാണ്. അവിടെ അല്ലെങ്കിൽ തന്നെ ഇരുട്ടാണ്. ആ ഇരുട്ടത്ത് അവരെ നമ്മൾ ശരിക്കും വേണ്ടി എന്തറിയോ, ആ കുത്തിവെപ്പിന് വന്ന ആൾക്കാർ അവർ ആ സാഹസികങ്ങളും കാണിച്ചും കണ്ട് ആ രോഗികളെ മടക്കി അയക്കാതെ അവർക്ക് ചികിത്സ നൽകി അനുവദിക്കേണ്ട ആവശ്യമാണ്. കാരണം അതുപോലെ ജോലി ചെയ്യുന്ന ഉദ്യോഗസ്ഥന്മാരെ അടിച്ചമർത്താനാണ് ഈ ഭരണസമിതിയുടെ തീരുമാനമെങ്കിൽ ഞങ്ങൾ അതിന് കൂട്ടുനിൽക്കൂല. KT മജീദ്, V അൻഷ ബാബു, P ഗിരീഷ് കുമാർ, OP റംലത്ത് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, ചോക്കാട്.